നമസ്കാരം, ഞാൻ ജസ്ന സലീം. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനവും നമ്മൾ ദീപകിൻ്റെയും അതേപോലെ ഷിംജിതയുടെയും ന്യൂസുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷിംജിതയുടെ കാര്യം ഞാൻ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ട് എനിക്കിന്ന് ഫോൺ കോൾ വരെ വന്നിട്ടുണ്ട്. അതും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷിംജിതനെ പോലെയുള്ള ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യാൻ കുറേ ഡേഷിൻ്റെ മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. പൊലിഞ്ഞു പോയത് ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, അത്താണി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. നമ്മൾ കുടുംബത്തെ താങ്ങി നിർത്തുന്ന ആളെ. അപ്പം ഞാൻ എല്ലാവരും ചോദിച്ച് പഴകിയ ഒരു ചോദ്യം തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് താല്പര്യമില്ലാതെ അല്ലെ നമ്മളുടെ ഇഷ്ടമില്ലാതെ അല്ലെ നമ്മളുടെ അനുവാദമില്ലാതെ ഒരാൾ തൊടുകയാണെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷിയുള്ള ഒരു വ്യക്തിയല്ലേ ഈ ഷിംജിത എന്ന് പറയുന്ന പെണ്ണിന്. ഈ വീഡിയോ എടുക്കാൻ കൈ പൊങ്ങിയ നേരം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും അവൾക്ക് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അവളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നേ കരണം കുട്ടി നോക്കിയിട്ടൊന്ന് പൊട്ടിച്ചാൽ പോരായിരുന്നോ? അപ്പയും ഈ വീഡിയോ എടുത്ത് ഉല്ലസിച്ചതല്ലേ അവൾ, എന്നിട്ട് വൈറലാവാൻ ശ്രമിച്ചതും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കും ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ നിന്നൊരു അനുഭവം. ആ അനുഭവം എൻ്റെ കുറേ എനിമീസായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരോടായിട്ട് പറയാണ്. തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. എന്താണെന്നറിയോ, ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നല്ല, 2011, 12 കാലഘട്ടങ്ങളിൽ കേട്ടോ. അപ്പം ഞാൻ അന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയത്. അപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് നമുക്കൊക്കെ പാസ് കിട്ടും, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലായതുകൊണ്ട്. അതേപോലെ എനിക്കും പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബസ്സിൽ കയറാൻ ബസ് എടുക്കുന്ന സമയത്തെ ഈ സ്റ്റുഡൻസിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനും ബസ് എടുക്കുന്ന സമയത്ത് തന്നെയാണ് കയറിയത്. അന്നത്തെ കാലത്തൊന്നും ഓട്ടോമാറ്റിക് ഡോറൊന്നും അല്ലായിരുന്നു ബസ്സിന്. 2 ഭാഗത്ത് ബസ്സിലും ക്ലീനർമാരുണ്ടാവും, ഡോറിൻ്റെ മുകളിലും 2 സൈഡിലായിട്ടും ക്ലീനർമാരുണ്ടാവും. അതേപോലെ ഞാൻ കയറിയ ബസ്സിലും ക്ലീനർ ഉണ്ടായിരുന്നു. അപ്പം ക്ലീനർക്ക് എന്തോ ഒരു എന്താ പറയുക, കഴപ്പ് എന്ന് പറയുമല്ലോ, ആ കഴപ്പ് കൊണ്ട് ഞാൻ കയറിയ സമയത്ത് ക്ലീനർ കണ്ടക്ടറായിട്ട് ഡ്യൂട്ടിക്ക് കയറി. കണ്ടക്ടർ പാസ് ഇല്ലാതെ കണ്ടക്ടറായിട്ട് ഡ്യൂട്ടിക്ക് കയറി. അപ്പം ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം എൻ്റെ ഇങ്ങനെ സൈഡിൽ കൂടെയായിട്ട് അപ്പുറത്തുള്ള ആൾക്കാരോട് ചോദിച്ച് ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിച്ചിട്ട് നേരെ ഇങ്ങനെ പോകുന്ന പോക്കിൽ എൻ്റെ ബ്രസ്റ്റിനൊന്നിട്ട് അയാൾ തോണ്ടി. അപ്പം ഞാൻ ആദ്യം ഒന്ന് നോക്കി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും എന്താ പറയുക തിരിയാത്തൊരവസ്ഥയായിപ്പോയി. ബാക്കിലൊക്കെ കുറേ പിള്ളേരുണ്ടായിരുന്നു, സ്റ്റുഡൻസ് പിള്ളേരുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഇവരെൻ്റെ കൂടെ നിൽക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഡോന്ന് വിളിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മുഖത്ത് 4-5 അടി ഞാൻ അടിച്ചിട്ടുണ്ട്. കണ്ണെല്ലാം കൂടി ചുവന്നു പോയിട്ടുണ്ട്. അങ്ങനെ നേരെ ഉള്ളിയേരി ബസ് സ്റ്റാൻഡിൽ കയറ്റി ബസ് അവിടെ ഗാർഡ് ഉണ്ടാവുമല്ലോ, ഹോം ഗാർഡിൻ്റെ അടുത്ത് ഇയാൾ ഇറങ്ങി പരാതി പറഞ്ഞു, ഞാൻ തല്ലിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേസായി. ബാലുശ്ശേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എന്നെ പിടിച്ച് തോണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഉള്ള പിള്ളേർ സാക്ഷി പറയാനും നിന്നു. ഇവളെ പിടിച്ചിട്ട് തോണ്ടിയിട്ടുണ്ടായിരുന്നു, അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവരും പറഞ്ഞു. അപ്പോൾ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതാണ് പ്രതികരണം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വേണ്ടാതെ ആരെങ്കിലും തൊട്ടാലോ പിടിച്ചാലോ നമ്മൾ അപ്പം സ്പോട്ടിന് പ്രതികരിക്കണം. ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നീ കൈ പൊക്കിയ നേരം കൊണ്ട് നിനക്ക് ഒന്ന് തല്ലാൻ വേണ്ടിയിട്ട് കൈ പൊക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ കണ്ടിട്ട് തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. എന്തും ഏതും സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരാളുടെ ഒരു കുടുംബത്തെ നശിപ്പിക്കരുത്. ആ നെഞ്ചു പൊട്ടി കരഞ്ഞതും ഒരു സ്ത്രീയാണ്. എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് എന്തൊക്കെയാ അമ്മ പറയുന്നതെന്നറിയോ? ഞാനും ഒരമ്മയാണ്. ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മൾ പ്രതികരിക്കുമ്പം നമ്മളെ കുറ്റം പറയാനും നമ്മളെതാക്കാനും മാത്രമേ ഈ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണുള്ളൂ. എന്നെ കുറ്റം പറയാനേ ആൾക്കാർ കാണുള്ളൂ. ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചത് ശരിയാണെന്ന് പറയാനോ ഒരാളും വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ.
പക്ഷേ ഇന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് ഒന്ന് കേട്ട് നോക്കുക. എനിക്കൊരുപാട് എന്താ പറയുക, ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്, ഞാനിതിൽ പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റുമായിട്ട് ഒരു മലപ്പുറക്കാരനോ എവിടുത്തെ ഒരുത്തന്, ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കതൊന്ന് കേൾപ്പിച്ചും കൂടി തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് മനസ്സിലാവും. ആരാണ്? എന്റെ പേര് അൻസാറാണ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയോ? പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മറ്റേ മിഞ്ഞാന്ന് പറഞ്ഞ സംഭവത്തിൽ നിങ്ങളൊന്നും പ്രതികരിക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് കുറെ ഇൻഫ്ലുവൻസ് ഉള്ള, നിങ്ങൾക്ക് കുറെ ഫോളോവേഴ്സ് ഉള്ളതാണ്. ഒരുപാട് സ്ത്രീകൾ ഇപ്പം അതിനറിഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ആ കുട്ടിയും പാടെ നഷ്ടപ്പെടും. ഞാൻ അതിനെ നിങ്ങളോട് അതിന് പ്രതികരിക്കുന്നു അറിയാൻ, എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ്? അല്ല, എന്നോട് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? കേട്ടോ, ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം യൂട്യൂബിൻ്റെ റൂൾസ് പ്രകാരം, ഞാനിത് യൂട്യൂബിലേക്കാണ് ഇടുന്നത്, ഇത് ഫേസ്ബുക്കിൻ്റെ അകത്തും ഞാൻ ഇടും. അപ്പം യൂട്യൂബിൻ്റെ റൂൾസ് പ്രകാരം നമുക്ക് കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ദേശിൻ്റെ മകനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമ്പർ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാണ്ടേ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞോളി. അജാതി തോന്നിവാസം ഇവൻ പറയുന്നത്. ഇതിനൊന്നും പ്രതികരിക്കരുത് എന്ന് പറയുന്നത്. ആ കുട്ടിയെയും കൂടി നഷ്ടപ്പെടുമ്പോൾ ഓളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഓളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഒരു കുടുംബത്തിൻ്റെ നാഥനെ ഇല്ലാതെയാക്കിയിട്ട് ചെയ്യാത്തൊരു നിരപരാധിയെ അപരാധിയാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്രത്തോളാണെന്നറിയോ? അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ചോൽക്കേ മനസ്സിലാവുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുണ്ടോ. ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വേദനയും വിഷമവും എത്രത്തോളാണ് എന്നുള്ളതും നമ്മുടെ കുടുംബത്തെ അത് എത്രത്തോളം തകർക്കും എന്നുള്ളതൊന്നും നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളാണ് അവരെ കൊന്നത്. ദീപക്കിനെ കൊന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം ആദ്യം നിങ്ങളൊക്കെ ആ ഷിംജിതനെ വൈറലാക്കാൻ നോക്കി. ഷിംജിതൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്തു, അവളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ അവൾക്ക് അഹങ്കാരം കൂടി. നേരെ മറിച്ച് അതെങ്ങാൻ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നേ? എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു ഷിംജിതയുടെ. അതേപോലെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മളിൽ ഓരോരുത്തർക്കും പങ്കുണ്ട് ഈ ഒരു ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മരിച്ചതിൽ. പാവം, എനിക്ക് ആ അമ്മയുടെ കരച്ചിലാണ്. ഞാനൊരമ്മയാണ്, ഞാനൊരു മകളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം വിഷമമായത്. അപ്പം എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് അടിച്ചിട്ട് ഞാൻ കണ്ണ് കലക്കിക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ SI വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് തല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അടിച്ചിട്ട് കണ്ണ് കലക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഓൻ ചെയ്ത ചെറ്റത്തരത്തിന് ഇതല്ലാതെ വേറെ എന്താ ഞാൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഒരടി അടിക്കുന്നത് ഓക്കെ, അടിച്ച് കണ്ണ് കലക്കണ്ടീനോ എന്നാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ കണ്ണ് ചുവന്ന് പോയിട്ടുണ്ട്. കള്ളത്തരമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. അതിൻ്റെ പേരിൽ കൊയിലാണ്ടി താമരശ്ശേരി ബസ്സിൽ ഒരു കാലത്ത് അതിൻ്റെ പുറത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഒരു ദിവസം ബസ് ഓടാതെ വരെ നിന്നിട്ടുണ്ട് ഈ ഒരു തല്ലിൻ്റെ പേരിൽ. ബസ്സിലെ തൊഴിലാളിയെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് അത്രത്തോളം വലിയ വിഷയമായി മാറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ കാരണമായിരുന്നു. ഞാൻ കാരണമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് അഭിമാനം തന്നെയുള്ളൂ. കാരണം എൻ്റെ ശരീരത്തിൽ തൊട്ടത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അവന് കണ്ടക്ടർ അല്ല, അവൻ ക്ലീനറായിരുന്നു. അവന് കണ്ടക്ടർ പാസ്സില്ല. അതുകൊണ്ട് അവൻ്റെ വാദി പ്രതിയാവും എന്ന് കരുതിയിട്ടാണ് അവൻ ആദ്യം പോയിട്ട് പോലീസുകാരുടെ അടുത്ത് പോയിട്ട് പരാതിപ്പെടാൻ നോക്കിയത്. പക്ഷേ വാദിയെന്നും വാദിയും പ്രതിയെന്നും പ്രതിയാവും എന്നുള്ളത് അവൻ അന്നത്തോടെ കൂടെ മനസ്സിലായി. കുറേ കാലം ആ കേസ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ എനിമീസുകൾക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി കിട്ടിയിട്ട് പറയാതിരുന്നതാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നറിയോ? ജസ്നി ഒരുത്തൻ്റെ കണ്ണടിച്ച് കലക്കി എന്ന് പറയുമ്പോൾ അവിടെ
അവർക്കത് താങ്ങൂല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണേൽ അന്വേഷിക്കാം, അങ്ങനത്തെ ഒരു വിഷയം കൊയിലാണ്ടി താമരശ്ശേരി ബസ്സിലുണ്ടായിരുന്നു. അന്ന് എന്തായാലും വൈറ്റ് റോസ് എന്നോ അങ്ങനെ എന്തോന്നായിരുന്നു പേര്, പേരാമ്പ്രക്കുള്ള ബസ്സായിരുന്നു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് അതിലാണ് കയറൽ, കാരണം ഞാൻ പഠിക്കുന്നത് പേരാമ്പ്രയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ ധൈര്യം കാണിച്ച ആ ഡേഷ് മോൻ്റെ ഡീറ്റെയിൽ സഹിതം ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയേ? അവളില്ലാതാവും പോലും, അവൾ ദുബായിലേക്ക് കടന്നു കളഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. വല്ലാത്തൊരു ജന്മം തന്നെ. എന്തൊരു ഇത് പുഞ്ചിരിയാണ് അവൾക്ക്. അവൾക്ക് എന്തൊരു പുഞ്ചിരിയായിരുന്നു. നമ്മുടെ ശരീരത്തോട്ട് അറ്റ്ലീസ്റ്റ് ഒക്കെ അഭിനയിക്കെങ്കിലും ചെയ്യായിരുന്നു, ദേഷ്യം പിടിക്കുന്ന ഭാവമെങ്കിലും കാണിക്കാമായിരുന്നു, എന്നാലെങ്കിലും ഓക്കെ ആയിരുന്നു. ഇതതുപോലുമില്ല, അതങ്ങനെ പുഞ്ചിരിയോടുകൂടെ ഞാൻ നാളെ എന്താ പറയുക വൈറൽ എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായി കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കുകയായിരുന്നു. അവളുടെ നാട്ടിലേ എന്താ പറയുക ഗഡ്സ് ഇല്ലാത്ത, അല്ലെ കൈക്ക് ഗഡ്സ് ഇല്ലാത്തതെന്നല്ല, ഗഡ്സ് ഇല്ലാത്ത പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടാ. ആണുങ്ങൾ തല്ലണ്ട പോയിട്ട്, പെണ്ണുങ്ങൾ തല്ലിയാൽ മതിയായിരുന്നു. അവളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും കിടത്തി അനുഭവിക്കണം. കാരണം എന്താണെന്നറിയോ, ആ അമ്മയുടെ കരച്ചിലുണ്ടല്ലോ, അത് മക്കളെ അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും പൊന്നുമോനെ എന്ന് വിളിക്കുന്ന എന്തിനാ കുഞ്ഞാ പരിപാടി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പിടച്ചിലുണ്ടല്ലോ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അമ്മമാർ ജീവിച്ചിരിക്കുക മക്കൾ മരണപ്പെടുക എന്ന് പറയുന്നത്, അത് അനുഭവിച്ചോൽക്കേ മനസ്സിലാവുള്ളൂ. അത് അനുഭവിച്ച പലരും ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടാവും. എന്നാൽ പോലും എന്നെ കുറ്റം പറയാനേ ഈ ഡേഷിൻ്റെ മക്കൾക്കൊക്കെ വാതുറക്കുള്ളൂ. ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്ത് എവിടെയും ആരും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഷിംജിതയുടെ കാര്യത്തിൽ ഇതുവരെ ഞാനൊന്നും സംസാരിക്കാതിരുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളതും ഞാനിങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ എന്നോട് ഇത് പ്രതികരിക്കരുത് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും കൂടി ചെയ്തതുകൊണ്ടാണ് ഞാനിത് പ്രതികരിച്ചത്. അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് തന്നെ കമൻ്റ് ഇടണം, അല്ലാതെ ഷിംജിതയെ കുറ്റം പറഞ്ഞിട്ട് കമൻ്റ് ഇടരുത്, വരൂല, അതെനിക്കറിയാം. എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ദീപക്കിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ വേണ്ടിയിട്ടും നമുക്കും സഹായിക്കാം, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പാവം ആ ഒരു കുടുംബത്തിന് നാഥനില്ലാണ്ടായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജസ്ന സലീം. ബൈ.